ഓക്കെ, നമ്മുടെ മോണുമെൻറ്റ്സിനെയും അതിൻ്റെ ആർട്ടും, അപ്പോൾ ഈ രണ്ട് സാധനത്തിനെയും എങ്ങനെയാണ് ഇന്ത്യൻ ഫിലോസഫിയും ട്രഡീഷനും ഷേപ്പ് ചെയ്തതാണ്. ഇതിൽ ഒരുപാട് കാര്യം എഴുതാൻ പറ്റും. 15 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ടഫ് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. സോ കാരണം നിങ്ങൾക്ക് ഇതിൽ ഇന്ത്യൻ ഫിലോസഫിയിൽ നിങ്ങൾ ബുദ്ധിസം, ജൈനിസം, ഭക്തി മൂവ്മെൻറ്റ് അതൊക്കെ വരുന്നുണ്ട്, സൂഫിസം, ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് കൊണ്ടുവരാം. നമ്മുടെ മുഗൾ ആർക്കിടെക്ചർ, ഇതെല്ലാം ഇതിൽ ലിങ്ക് ചെയ്ത് ക്രൊണോളജിക്കലി എഴുതുകയാണെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിരിക്കും. ടെമ്പിൾ ആർക്കിടെക്ചർ എല്ലാം നിങ്ങൾക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇത് ടഫ് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് എല്ലാം എഴുതാം. ഓക്കെ, ക്രൊണോളജിക്കലി അങ്ങ് എഴുതി അങ്ങ് പോയാൽ മതി. ക്രൊണോളജിക്കലി എഴുതുമ്പോൾ പ്രശ്നമില്ല. ഇവർ ചോദിക്കുന്നത് ഏത് ഫിലോസഫി എന്നാണ്. ഓക്കെ നമ്മൾ മീമാംസ അതൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്. എനിവേ, ഇന്ത്യൻ ഫിലോസഫി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഫിലോസഫി നമുക്കറിയാം റിലീജിയസ് ഫിലോസഫിയാണ്. അപ്പോൾ നിങ്ങൾക്ക് റിലീജിയസ് ഫിലോസഫി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം റിലീജിയസ് ഫിലോസഫിയാണ് ഏറ്റവും കൂടുതൽ ആർട്ടിനും മോണ്യുമെൻറ്റ്സിനെയും ഇവിടെ ഷേപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഡസൻറ്റ് മാറ്റർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത്, പേർഷ്യൻ ലിറ്റററി സോഴ്സസ് ഓഫ് മിഡീവൽ ഇന്ത്യ റിഫ്ലക്ട് ദ സ്പിരിറ്റ് ഓഫ് ദി ഏജ്. ഇത് കുറച്ച് കട്ടിയാണ്, കാരണം പേർഷ്യൻ ലിറ്റററി സോഴ്സസ് ആണ്. സോ NCERT ഒരുപാട് ബുക്സ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ബുക്സ് ആ സമയത്ത് ഓർത്തിരിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിവേയ്സ്, മിഡീവൽ ഇന്ത്യയുടെ ഇത് നമ്മുടെ സതീഷ് ചന്ദ്രയുടെ മിഡീവൽ ഇന്ത്യ മതിയാവും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഏജിൻ്റെ ആ ഒരു സ്പിരിറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ അക്ബറിൻ്റെ 3 വാല്യങ്ങളുണ്ടല്ലോ, ബർനാമ, സപ്പന. സോ അതും നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ആക്കി എഴുതാവുന്നതാണ്. മിഡീവൽ പീരീഡാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫ്യൂ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കൊടുക്കാം. ഈ രാം മന്ദിർ വിവാദനയാണ് ഇപ്പം ബേസ് ചെയ്താണ് ഈ ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. കാരണം നമ്മുടെ രാമ മന്ദിരം പൊളിക്കുന്ന സമയത്ത് ബാബറി മസ്ജിദ് പൊളിക്കുന്ന ബാബറി മസ്ജിദിൻ്റെ കേസിൽ ഒരുപാട് ലിറ്റററി സോഴ്സസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ബുക്കും അതിൻ്റെ പേര് നമ്മൾ എന്തായാലും ഒരാളെങ്കിലും ഒക്കെ ഓർത്തിരിക്കാം. അതും കൂടെ ചേർത്ത് നിങ്ങൾക്ക് അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ഏജിൻ്റെ സ്പിരിറ്റ് കണ്ടെത്താൻ പറ്റും. Since the decade of 1920s, the national movement acquired various ideological strands and thereby expanded its social base. Discuss. ഇത് ഈസിയാണ്. നമ്മുടെ മോഡറേറ്റ് എക്സ്ട്രീമിസ്റ്റ് ആ സംഭവങ്ങളൊക്കെ വരുന്ന സാധനമാണ്. അത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് എഴുതാൻ പറ്റും. നമുക്കറിയാം, ആദ്യം നമ്മുടെ പുവർ ഫാമേഴ്സ് ഇവരെയൊന്നും നമ്മൾ എന്ത് ചെയ്തില്ല, സോഷ്യൽ മൂവ്മെൻറ്റിലേക്ക്, നാഷണൽ മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവന്നില്ല. പിന്നീട് ഗാന്ധിജിയൊക്കെ വന്ന സമയത്തൊക്കെയാണ് നമ്മളിത് കൊണ്ടുവന്നത്. എക്സ്ട്രീമിസ്റ്റിൻ്റെ സമയത്താണ് കറക്റ്റായിട്ട് സോഷ്യൽ ബേസ് നമ്മളിലോട്ട് കയറ്റിയത്. അതുവരെ എന്തായിരുന്നു, മോഡറേറ്റ്സ് വളരെ പാവപ്പെട്ട് പെറ്റിഷൻ പെറ്റിഷൻ ആ ഒരു രീതിയായിരുന്നു. അപ്പോൾ ആ രീതിയിലായിരുന്നു ഇപ്പോൾ കൊണ്ടുവന്നത്. സോ ഇറ്റ്സ് ഈസി, എല്ലാവർക്കും എഴുതാൻ പറ്റും. ദ ഇൻ്റർലിങ്കിങ് ഓഫ് റിവേഴ്സ് ക്യാൻ പ്രൊവൈഡ് വയബിൾ സൊല്യൂഷൻ. ഇതും വിഷൻ IASൻ്റെ ഉണ്ടായിരുന്നതാണ്. ഡയമെൻഷണലി ഇൻ്റർറിലേറ്റഡ് പ്രോബ്ലംസ് ഓഫ് ഡ്രൗട്ട്സ്, ഫ്ലഡ്സ് ആൻഡ് ഇൻ്ററപ്റ്റഡ് നാവിഗേഷൻ, ക്രിട്ടിക്കൽ എക്സാം. ഇതും ഈസിയാണ്, വിഷനിലുണ്ടായിരുന്നു. ഇത് മുന്നേ ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ്. അടുത്തത്, account for the huge flooding of million cities in India, including like the smart ones in Hyderabad and Pune, suggest the lasting remedial measures. ഇത് നമ്മൾ സ്ഥിരം കാണുന്ന പത്രത്തിൽ കാണുന്ന സാധനമാണ്. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കേസൊക്കെ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അതൊരു എക്സാമ്പിളൊക്കെ ആയിട്ട് എഴുതാം. ഹൈദരാബാദും പൂനെയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എൻ്റെ റെമഡിയൽ മെഷേഴ്സ്. ഇതും എല്ലാവരും ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. എക്സാമിൻ ദി സ്റ്റാറ്റസ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ് ഇൻ ഇന്ത്യ ആൻഡ് ദ റിസോഴ്സ് ഇമ്പാക്ട് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇത് ഉറപ്പായിട്ടും എല്ലാവർക്കും എഴുതാം, ഈസി ആയിട്ട് എഴുതാം. കാരണം ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഇറങ്ങിയായിരുന്നു. സോ ഉറപ്പായിട്ട് അത് പഠിച്ചിട്ട് പോയിട്ടുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഡൈവേഴ്സിറ്റി ആൻഡ് പ്ലൂറലിസം ഇൻ ഇന്ത്യ അണ്ടർ ത്രെറ്റ് ഡ്യൂ ടു ഗ്ലോബലൈസേഷൻ. ഇതും മുന്നേ ചോദിച്ച ക്വസ്റ്റ്യനാണ്. സോ ഇതും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് സപ്രസ് റീസൺ റീഡിങ് ടു ഒബ്സ്ക്യൂറാൻറ്റിസം. അപ്പോൾ നമുക്കറിയാം എന്താണ് സംഭവം എന്ന് അറിയാത്തത്. നമ്മുടെ റീസണിങ് ഇല്ലാതെ നമ്മൾ ഓരോ കൾച്ചറിനെയും ട്രഡീഷനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. അതിന് വളരെ ഉദാഹരണമാണ് ഈ കോവിഡ് സമയത്ത് കണ്ട പല ആചാരങ്ങളും. ഓക്കെ, സോ അതിനെ നിങ്ങൾക്ക് വെച്ചിട്ട് എഴുതാം. നിങ്ങൾ എങ്ങനെയാണോ അനലൈസ് ചെയ്യുന്നത് അത് ചെയ്യാം. അത് ഹൗ ഹാവ് ദ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ കോൺട്രിബ്യൂട്ട് ഫംഗ്ഷനിങ് ഓഫ് ദി എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ദി കൺട്രി. ഹിന്ദു തന്നെ 5-6 എഡിറ്റോറിയൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ യു ക്യാൻ റൈറ്റ് ആൻഡ് ഇറ്റ്സ് വെരി ഈസി. നമ്മുടെ കേരളത്തിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് ഇതിൽ പറയാം. ഓക്കെ, നമ്മുടെ ആനയെ വരുത്തിയതും ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൽ പറയാം. സോ ദിസ് ഈസ് അമേസിങ്. ഒരു GS പേപ്പർ 1 എനിക്ക് സിമ്പിളായിട്ടാണ് തോന്നിയത്. സാധാരണ ഇത്രയും ഈസി ആയിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം ഇത്തവണ കുറച്ച് ഈസി ആയിട്ടും അനലിറ്റിക്കലായിട്ട് കഴിഞ്ഞു. പിന്നെ എൻ്റെ ഓപ്ഷൻ ജിയോഗ്രഫി ആണ്ടായിരിക്കും 5, 6, 7 ഈ 3 ക്വസ്റ്റ്യൻസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, എനിവേസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാരണം റിപ്പീറ്റ് വെച്ച് ക്വസ്റ്റ്യൻസിന് പറയാം. 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻസ്
5 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻസിനെ അവർ ഒന്നുകൂടെ പരുവപ്പെടുത്തി ഒന്നുകൂടെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. സോ ദിസ് 5 ക്വസ്റ്റ്യൻസ് ആ 5 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസാണ്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഉറപ്പായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോയിട്ട് മാത്രം പരീക്ഷ എഴുതുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ആ ഗെയിമിൽ നിന്ന് ഔട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക് സോഴ്സസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങളുടേതായിട്ടൊരു അഭിപ്രായം നിങ്ങൾ ഇപ്പോഴേ കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ലൈക്ക് ഇപ്പോൾ നടക്കുന്ന ഇഷ്യൂസ് ഉണ്ടല്ലോ, ഫാം ബിൽസിൻ്റെ ഇഷ്യൂസ്. അപ്പോൾ ഫാം ബില്ലിൽ അങ്ങനെയാണോ ഒരാൾ നമ്മുടെ ഡിസെൻറ്റ് കാണിക്കേണ്ടത് എന്ന രീതിയിലുള്ളതൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചുമ്മാ ഇരിക്കുമ്പോൾ അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്താൽ മാത്രമേ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ആൻസേഴ്സ് വരും. ഞാൻ 3 വർഷമായിട്ട് മെയിൻസ് ഇത് പ്രിലിംസ് കിട്ടാത്തത് കൊണ്ട് തന്നെ 3 വർഷമായിട്ട് ഞാൻ ഈ ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ആൻസർ റൈറ്റിങ്ങിന് ഇത്രയും ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞുതരാൻ പറ്റുന്നത്, ഈസി ആയിട്ട് പറഞ്ഞുതരാൻ പറ്റുന്നത്. ഓക്കെ, സോ എവറിത്തിങ് സീംസ് ഈസി അണ്ടിൽ യു ലേൺ ഇറ്റ്. സോ യു ക്യാൻ ലേൺ എവറി ഡേ. ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് നിങ്ങളൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ചുമ്മാ എഴുതിയിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. ആൻസർ ഫ്രെയിം വർക്ക് എങ്ങനെ ചെയ്യണമെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. സോ ഈ വീഡിയോസിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതും പറയാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബി വിത്ത് മീ. സോ അടുത്ത GS2 പേപ്പർ